വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ കടക്കുമ്പോൾ ആദ്യം പോകുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം എന്ന വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം SITയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരിയാണ് മരണത്തിന് കീഴടങ്ങിയത്. വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ഇത്രയും ദിവസം ജീവൻ നിലനിർത്തിയിരുന്നത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികളാണ് മരിച്ചത് എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ സാഹചര്യം. ഇത് കുട്ടികളുടെ മാത്രം കണക്കാണ്. പേവിഷബാധയേറ്റ് വാക്സിൻ എടുത്തതിന് ശേഷവും മരണപ്പെട്ടവരുടെ കണക്ക്, അത് മുതിർന്നവരുടെ കൂടി എണ്ണം എടുത്താൽ അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 ശേഷം മാത്രമുള്ള കണക്കുകൾ എടുത്താൽ 22 ആളുകളാണ് ഇത്തരത്തിൽ വാക്സിൻ എടുത്തതിന് ശേഷവും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ ഏൽക്കുന്നു എന്നുള്ള വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഇതിൽ വാക്സിന്റെ ഫലപ്രാപ്തിയെയും ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ സംസ്ഥാനത്ത് ഉയരുന്ന സാഹചര്യവുമാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് കൃത്യമായ വിവരം ആ ഒരു വിഷയത്തിൽ നൽകുന്നുണ്ട്, വിശദീകരണം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വാക്സിന്റെ ഗുണനിലവാര കുറവ് മൂലമല്ല മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഞരമ്പിനും മറ്റുമൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പേവിഷബാധ ഏൽക്കാനും തലച്ചോറിലേക്ക് അത് ബാധിക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കൊപ്പം ആദ്യം തന്നെ ആരോഗ്യ വിദഗ്ധൻ ശ്രീ ഡോക്ടർ രാജീവ് ജയദേവൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അത്ര നല്ല മോർണിംഗ് അല്ല നമുക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ജീവനുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ 7 വയസ്സുകാരി. ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. ഈ കൈഞ്ഞരമ്പിന് കടിയേറ്റത് കൊണ്ടാണോ ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഈ റേബീസ് വാക്സിൻ എടുത്തതിന് ശേഷവും മരണം സംഭവിച്ചിട്ടുള്ള അപൂർവം കേസുകൾ പഠന വിധേയമായിട്ടുണ്ട്. അതിന്റെ പ്രബന്ധങ്ങൾ പറയുന്നത് 4 ഘടകങ്ങളാണ്. ഒന്ന്, നാഡികൾ ധാരാളമുള്ള പ്രദേശത്ത് കടിയേൽക്കുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്ത് നാഡികൾ എല്ലായിടത്തും ഒരുപോലെ കൂടുതൽ ഉള്ള സ്ഥലങ്ങളില്ല. നമ്മുടെ നാവ്, നമ്മുടെ മുഖം, വിരൽ തുമ്പുകൾ, ഇവിടെയെല്ലാം നാഡികളുടെ സാന്നിധ്യം വളരെ കൂടുതലുണ്ട്. ഇതിന്റെ പ്രാധാന്യം, വൈറസുകൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുകളാണ് ഈ നാഡികൾ. അതായത് രക്തക്കുഴലുകളല്ല, നെർവ്സ്. അത് തലച്ചോറിലേക്കും സ്പൈനൽ കോഡിലേക്കും പോകുന്ന റോഡുകളാണ് ഈ നാഡികൾ. അപ്പോൾ കൂടുതൽ നാഡികളുള്ള സ്ഥലങ്ങളിൽ കടിയേൽക്കുന്നവർക്ക് കൂടുതൽ രോഗസാധ്യതയാണ് ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ വാക്സിൻ എടുക്കാത്തവരിൽ, സപ്പോസ് ഒരാൾ ചിന്തിക്കുകയാണ് ഈ റേബീസ് വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല എന്ന് ആരോ പറഞ്ഞു, ഏതോ ഒരു പട്ടി വന്ന് കടിച്ചു, വാക്സിൻ എടുത്തില്ല, പേപ്പട്ടിയാണ് കടിക്കുന്നതെങ്കിൽ ഈ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത 10 മുതൽ 80% വരെയാണ്. പ്രത്യേകിച്ചും തലഭാഗത്താണ് കടിയേൽക്കുന്നതെങ്കിൽ 80%, അതായത് 10-ൽ 8 പേരും മരിക്കും. അത് ഓർക്കണം. അതുകൊണ്ട് വാക്സിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാനായിട്ട്. കാരണം പലരും, പ്രത്യേകിച്ചും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പലരും ചിലപ്പോഴെങ്കിലും ഇത്തരം വാർത്തകൾ കേട്ട് ഇതിൽ കാര്യമില്ല, പട്ടി കടിച്ചാൽ വീട്ടിലിരുന്നാൽ മതി എന്ന് ചിന്തിച്ചു പോയാൽ ഇത് വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം റേബീസ് ഇസ് 100% ഫേറ്റൽ. ലോകത്ത് 100% ഫേറ്റാലിറ്റി ഉള്ള ഒരു രോഗമുണ്ടെങ്കിൽ അത് റേബീസ് ആണ്. അതുകൊണ്ട് വാക്സിൻ എടുക്കാതിരുന്നാൽ അത് വളരെയധികം റിസ്ക് ആണ്. അത് ഓർക്കണം. ഡോക്ടർ, ഒരു കാര്യം കൂടി. യെസ്, ഇപ്പോൾ ഞാൻ ഒരു താരതമ്യം കൂടെ പറയാം. പലരും കോവിഡ് വാക്സിൻ എടുക്കാതെ ഇരുന്ന്, ഞാൻ വാക്സിൻ എടുക്കാതിരുന്നിട്ടും രക്ഷപ്പെട്ടു എന്ന് പറയും വീമ്പിളക്കുന്ന ആൾക്കാരുണ്ട്. കോവിഡിന്റെ മരണനിരക്ക് തുടക്കകാലത്ത് 1% അതായത് 100 പേരിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരാളായിരുന്നു മരണപ്പെട്ടിരുന്നത്. ഇത്രയും പേർ മരണപ്പെടാനുള്ള കാരണം ലോകത്ത് എല്ലാവർക്കും തന്നെ കോവിഡ് വന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് റേബീസ് അങ്ങനെയല്ല. ബാധിക്കുന്ന എല്ലാവരും തന്നെ മരണപ്പെടും. അതിൽ നിന്നും രക്ഷപ്പെട്ടവർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ വാക്സിൻ എടുക്കാതിരിക്കുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ബാക്ക് ടു യു.
ഡോക്ടർ, ഇത്തരത്തിൽ നായയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രാഥമികമായി പാലിക്കേണ്ട ചില ഫസ്റ്റ് എയ്ഡുകളുണ്ടല്ലോ. അതിപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഏറ്റവും അടുത്ത നിമിഷം തന്നെ ആശുപത്രിയിലെത്തി വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ മുറിവുകൾ സോപ്പിട്ട് കഴുകുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് എടുക്കുന്ന ഒരു സമയം, ആ സമയക്രമത്തെക്കുറിച്ചും എത്രയും വേഗമാണ് ഈ ഗോൾഡൻ അവർ എന്നൊക്കെ ആയിരിക്കാം ആ ഒരു സമയത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുക, ആ ഒരു വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഒരു മിനിമം ടൈം ബാൻഡ് അതിനുണ്ടോ? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ നിന്നും ഇതിലേക്ക് വരാം. ആദ്യത്തെ ഉത്തരം ഞാൻ പറഞ്ഞു, ഈ നാഡികളുടെ സാന്ദ്രത കൂടുതലുള്ളത്. രണ്ടാമത്തത്, എന്തുകൊണ്ട് ഇത് എടുത്തിട്ടും പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഒരു കാരണം ഈ പറഞ്ഞതാണ്. അതായത് കടിയേറ്റതിന് ശേഷം മുറിവ് കഴുകാൻ താമസിക്കുക, അല്ലെങ്കിൽ താമസമുണ്ടാവുക, അല്ലെങ്കിൽ എല്ലാ മുറിവുകളും കഴുകാൻ വിട്ടുപോവുക, അല്ലെങ്കിൽ കഴുകുന്ന പ്രക്രിയ വളരെ കൃത്യമായി കഴുകാൻ സാധിക്കാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും നമ്മുടെ ആർക്കെങ്കിലും ആണ് കടിയേൽക്കുന്നെങ്കിൽ നമ്മൾ ഷോക്കിലായിരിക്കും, നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്, പതറിയിരിക്കുകയാണ്. ആ സമയത്ത് ആരെങ്കിലും വന്ന് കഴുകണമെന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട, വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പറയും. ഇതൊക്കെ സാധാരണ ജനങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ പോകുന്നതിന് മുൻപ് ഈ നായയുടെ ഉമിനീര്, അതിൽ നിന്നാണല്ലോ ഈ വിഷം അല്ലെങ്കിൽ ഈ പേ വൈറസുകൾ കയറുന്നത്. ഈ ഉമിനീര് കഴുകി കളയുക, അതാണ് ഏറ്റവും പ്രധാനം. അത് 15 മിനിറ്റാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. വെറുതെ ഒന്ന് വെള്ളത്തിനടിയിൽ കാണിക്കുക അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. വെള്ളത്തിനടിയിൽ കാണിച്ചാൽ മതിയെന്നല്ല പറഞ്ഞിട്ടുള്ളത്. 15 മിനിറ്റ് തുടർച്ചയായിട്ട് ഫ്ലോയിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൺവെലപ്ഡ് വൈറസ് ആണ്, ചില ആവരണമുള്ള ഒരു വൈറസ് ആണ്. ആവരണം എന്ന് പറഞ്ഞാൽ അതിന് കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ആവരണമുണ്ട്. കോവിഡ് വൈറസിനും ഈ കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ആവരണമുണ്ട്. അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് തൽക്ഷണം നശിച്ചു പോകും എന്ന് പറയുന്നത്. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് ഈ ഉമിനീരിനോടൊപ്പം പറ്റിയിരിക്കുന്ന വൈറസുകളും പൂർണ്ണമായും നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ അവശേഷിക്കുന്ന വൈറസുകൾ വളരെ കുറവായിരിക്കും. ഇത്രയും വൈറസുകളെ മാത്രം വാക്സിൻ പ്രതിരോധിച്ചാൽ മതി. നേരെ മറിച്ച് കഴുകാതെ അല്ലെങ്കിൽ മുറിവ് വെറുതെ ഒരു തുണി കൊണ്ട് വലിച്ചു കെട്ടി അല്ലെങ്കിൽ വരിഞ്ഞു കെട്ടി പോയി കഴിഞ്ഞാൽ അവിടെ അവിടെയുള്ള മുറിവിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ വൈറസുകളും തന്നെ അവിടെ തന്നെ ഉണ്ടാവുകയും അവയിൽ ചിലതെങ്കിലും അപൂർവമായിട്ട് വാക്സിൻ കൊടുക്കുന്നതിന് മുൻപ് നാഡികളിൽ കയറി പറ്റുകയും, ഈ നാഡികളിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ വാക്സിന് അതിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ സാങ്കേതിക വശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഡികൾ എന്ന് പറയുന്നത് ഒരു നീണ്ട ട്യൂബാണ്. ഒരു ട്യൂബ് സങ്കല്പിക്കുക. നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്ന സ്ട്രോ പോലെ ഈ സ്ട്രോയ്ക്കകത്തൂടെയാണ് ഈ വൈറസ് പോകുന്നത്. സ്ട്രോയ്ക്കകത്തേക്ക് ആന്റിബോഡികൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഈ നാഡികളിൽ കയറിക്കഴിഞ്ഞാൽ വാക്സിന് അവിടെ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രവർത്തിക്കുമെന്നും ഇല്ലെന്നും രണ്ട് പക്ഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് ചാൻസ്, അതായത് നമുക്ക് ഈ വൈറസിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ചാൻസ് ആ കടിയേറ്റ ഉടനെയാണ്. അതായത് നാഡികളിൽ ഈ വൈറസ് കയറുന്നതിന് മുൻപെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ മുഖം പോലെയുള്ള സ്ഥലങ്ങളിലെ കൈവിരൽ തുമ്പുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് നാഡികൾ ഉണ്ടെന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നിരവധി വൈറസുകൾ, മുറിവ് കഴുകാതെ ഇരിക്കുക, നിരവധി നാഡികൾ. ആലോചിച്ച് നോക്കൂ, ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് 1 or 2 വൈറസുകൾ ഈ നാഡിയിൽ കയറി പറ്റിയാൽ പോരെ, അത് പേവിഷബാധയിലേക്ക് നയിക്കും. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള കണക്കുകൾ പറയുന്നത് ഈ മുറിവുകൾ കൃത്യമായി കഴുകുകയും അതിനുള്ള ഇഞ്ചക്ഷനുകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 100% വാക്സിന്റെ ഫലപ്രാപ്തി. അതായത് നിയർലി 100%. അതിനുള്ള അപൂർവമായിട്ടുള്ള എക്സെപ്ഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള താമസം, മുറിവ് കഴുകാനുള്ള ബുദ്ധിമുട്ട്, മുറിവ് അതിവേഗം തുന്നിച്ചേർക്കുക, അതായത് പ്രിമച്വർ സൂച്ചറിങ് ഓഫ് വൂൺസ് എന്നാണ് അതിനെ ടെക്നിക്കൽ ഭാഷയിൽ പറയുന്നത്. മുറിവ് തുറന്നു വെക്കുന്നതിന് പകരം അത് അതിവേഗം തുന്നിക്കെട്ടുക, അത് ഒരു റിസ്ക് ഫാക്ടറായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മുറിവ് ചികിത്സിക്കാൻ അല്ലെങ്കിൽ ഇത് ഒരു പേവിഷബാധ സംശയിക്കപ്പെടാത്ത രീതിയിൽ ചിലപ്പോൾ ഈ മുറിവ് കെട്ടിവെക്കാനും അല്ലെങ്കിൽ തുന്നിക്കെട്ടാനും ഉടൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വൈറസുകൾ അതിനകത്ത് പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം എക്സെപ്ഷൻ
അസംഷൻസ് ആണ്. പക്ഷെ ഇത് കേട്ട് നമ്മളുടെ പ്രേക്ഷകർ വാക്സിന്റെ പ്രശ്നമാണെന്നല്ല ചിന്തിക്കേണ്ടത്. ഇത് അപൂർവമായിട്ട് കേരളത്തിൽ 3 ലക്ഷത്തിലധികം പേർക്ക് ഓരോ വർഷവും നായയുടെ കടിയേൽക്കുകയാണ്. അതിൽ നിന്നും അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ മരണവും വേദനാജനകമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, ഇതെടുക്കാതെ ഇരുന്നാൽ 100 കണക്കിന് ആൾക്കാർ ഇവിടെ മരണപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ മുമ്പോട്ട് നീങ്ങാനായിട്ട്. വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് എടുക്കുന്നവർക്ക് ആന്റിബോഡികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ സ്റ്റോറേജ് കണ്ടീഷൻസ്, വാക്സിന്റെ സ്റ്റോറേജും മറ്റും മെച്ചപ്പെട്ടതാണ്. ഇവിടെ ഇത് എടുക്കാനുള്ള വൈദഗ്ധ്യമുള്ള ആൾക്കാരുണ്ട്. രോഗികൾക്ക് ചെന്നെത്താനുള്ള സ്ഥാപനങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ അവസ്ഥ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്ത് കെയർ ആക്സസ് എന്ന് പറയും, ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. തീർച്ചയായും ഡോക്ടർ, വളരെ നന്ദി ഡോക്ടർ.